Hi, welcome to SheebasCookeryWorld. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് സ്ട്രോബെറി ജാമിന്റെ റെസിപ്പിയാണ്. So this jam is made with just 2 ingredients and ഈ ജാം പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ ആർട്ടിഫിഷ്യൽ കളേഴ്സോ പ്രിസർവേറ്റീവ്സോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ആദ്യം നമുക്ക് സ്ട്രോബെറീസ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് സ്ട്രോബെറീസ് ഒക്കെ ആഡ് ചെയ്യാം. ഇനി കുറച്ചു നേരം ഈ വെള്ളത്തിൽ കിടന്ന് ഈ സ്ട്രോബെറീസിന്റെ ഡേർട്ട് ഒക്കെ മാറി കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് സ്ട്രോബെറി റിമൂവ് ചെയ്തിട്ട് അതിന്റെ സ്റ്റെം കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതിനെ പാറ്റ് ഡ്രൈ ചെയ്തെടുക്കാം. ഇനി സ്ട്രോബെറീസിനെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. സ്ട്രോബെറീസിൽ നിന്ന് ജ്യൂസസ് എല്ലാം റിലീസ് ആവുന്ന വരെ നമുക്കിതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്ട്രോബെറീസ് കുക്ക് ചെയ്തെടുക്കണം. ഒരു സോസ് പാനിലേക്ക് ഈ സ്ട്രോബെറീസിനെ ആഡ് ചെയ്ത് കൊടുക്കാം. സ്ട്രോബെറീസ് കുക്കായി വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഫ്രോത്ത് ഫോം ആവും പത. സോ അത് നമുക്ക് റിമൂവ് ചെയ്യണം. ഇങ്ങനെ റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് സ്ട്രോബെറി ജാമിന്റെ സ്റ്റോറേജ് സ്പാൻ ഇൻക്രീസ് ആവും. അതിൻ്റെ കൂടെ നമ്മുടെ ജാമിന് നല്ലൊരു ഡാർക്ക് റെഡ് കളറും കിട്ടും. സ്ട്രോബെറീസ് ഒക്കെ നല്ലതുപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ അല്ലെങ്കിൽ സ്പാച്ചുല വെച്ച് നമുക്കിത് മാഷ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്ട്രോബെറി ജാം റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് കംപ്ലീറ്റ്ലി കൂൾ ചെയ്തിട്ട് നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. You can refrigerate this and use it for almost 6 months. So do try this recipe and let me know your feedback in the comment section below. And stay tuned for more such interesting recipes from Sheebas Cookery World.